PSCയുടെ എഴുത്തു പരീക്ഷയിൽ 0 മാർക്കും മൈനസ് മാർക്കും കിട്ടിയവരും ഡോക്ടർമാരുടെ റാങ്ക് ലിസ്റ്റിൽ. വേണ്ടത്ര അപേക്ഷകരില്ലാത്തതിനാൽ പരീക്ഷ എഴുതിയ എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്ന് PSC വിശദീകരിച്ചു. ആരോഗ്യവകുപ്പിലെ അസിസ്റ്റന്റ് സർജൻ തസ്തികയിലേക്ക് ഇക്കഴിഞ്ഞ ജനുവരി 13 പ്രസിദ്ധീകരിച്ച PSCയുടെ റാങ്ക് ലിസ്റ്റാണിത്. 2145 പേരാണ് പട്ടികയിലുള്ളത്. പട്ടികയിലെ ഒന്നാം റാങ്കുകാരനായ ഡോക്ടർക്ക് എഴുത്തു പരീക്ഷയിൽ ലഭിച്ചത് 76 മാർക്കാണ്. അവസാന റാങ്കുകാരനായ ഡോക്ടർക്ക് ലഭിച്ച മാർക്കാകട്ടെ -3. ഇതിനു മുകളിലേക്കുള്ള മാർക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾ ഞെട്ടും. അവസാന റാങ്കുകാരന് തൊട്ടുമുകളിലുള്ള 2 പേർക്ക് കിട്ടിയത് 0 മാർക്ക്. അതിനു മുകളിൽ 1 മാർക്ക് കിട്ടിയ ഒരാളും പിന്നെ 2 മാർക്ക് കിട്ടിയ 5 പേരുമാണുള്ളത്. 3 മുതൽ 9 വരെ മാർക്കുള്ള നിരവധി പേരും റാങ്ക് ലിസ്റ്റിലുണ്ട്. ഒരു നിശ്ചിത മാർക്കിൽ താഴെയുള്ളവരെ ഒഴിവാക്കാനുള്ള കട്ട് ഓഫ് മാർക്ക് ഈ പരീക്ഷയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നില്ല. ഇന്റർവ്യൂവും ഉണ്ടായിരുന്നില്ല. PSCയുമായി ബന്ധമുള്ളവരുടെ ബന്ധുക്കളും ലിസ്റ്റിലുണ്ടെന്ന ആക്ഷേപവുമുണ്ട്. ഈ പട്ടികയിൽ നിന്നുള്ള നിയമനവും തുടങ്ങിക്കഴിഞ്ഞു. ഒഴിവുകൾക്കനുസരിച്ച് അപേക്ഷകർ ഇല്ലാത്ത സാഹചര്യത്തിലാണ് പരീക്ഷ എഴുതിയ എല്ലാവരെയും റാങ്ക് ലിസ്റ്റിൽപ്പെടുത്തിയതെന്ന് PSC ചെയർമാൻ KV സലാഹുദ്ദീൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇത്തരം ഘട്ടങ്ങളിൽ ഈ രീതിയിൽ നിയമനം നടത്താൻ സർവീസ് ചട്ടം അനുവദിക്കുന്നുണ്ടെന്നും ചെയർമാൻ വിശദീകരിച്ചു. സർക്കാർ ഡോക്ടറാകാനുള്ള അപേക്ഷകർ വളരെ കുറവാണ്. MBBS പാസ്സായ അപേക്ഷകർക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കാൻ മാത്രമാണത്രേ എഴുത്തുപരീക്ഷ നടത്തിയത്. പക്ഷേ PSC ചെയർമാൻ ഒരു മറുചോദ്യം ചോദിച്ചു. അതാണ് ഏറ്റവും പ്രസക്തം. PSCയുടെ എഴുത്തു പരീക്ഷയിൽ 0 മാർക്ക് ലഭിച്ച ഈ ഡോക്ടർമാരെല്ലാം എങ്ങനെ MBBS പരീക്ഷ പാസ്സായി? തിരുവനന്തപുരത്ത് നിന്നും KG കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.